നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. ട്രംപ് ഭരണകൂടം അമേരിക്കയുടെ അധികാരം ഏറ്റെടുത്തതിനു ശേഷം അമേരിക്കയുടെ നിയമവ്യവസ്ഥകളിൽ ആകെ അഴിച്ചുപണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം പല രാജ്യങ്ങൾക്കും അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനും അമേരിക്കയുമായി വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ നടത്തുന്നതിനും ശക്തമായ വിലക്കുകളും നിബന്ധനകളുമൊക്കെയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക അവസ്ഥകളെയൊക്കെ അവതാളത്തിലാക്കാൻ കഴിയുന്നത് പോലെയാണ് ട്രംപ് നടത്തിക്കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങൾ. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യുഎസിലേക്ക് സമ്പൂർണ്ണ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ഒപ്പിട്ടു. ഇന്ത്യയുടെ അയൽ രാജ്യമായ മ്യാൻമറിലെ പൗരന്മാർക്കും യുഎസിലേക്ക് സമ്പൂർണ്ണ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരവാദ ബന്ധം, യുഎസ് എമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റുമായുള്ള സഹകരണത്തിന്റെ അഭാവം, മറ്റ് നടപടികളുടെ അപര്യാപ്തത എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്ത്തി, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ 12 രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് സമ്പൂർണ്ണ യാത്രാ വിലക്ക് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബുറുണ്ടി, ക്യൂബ, ലാവോസ്, സിയറ ലിയോൺ, ടോഗോ, തുർക്ക്മെനിസ്ഥാൻ, വെനിസ്വേല എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യുഎസിലേക്ക് പ്രവേശിക്കാൻ ഭാഗിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. B1, B2, B1 അല്ലെങ്കിൽ B2, F, M, J എന്നീ വിസകളായിരിക്കും 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് നിഷേധിക്കുക. അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തിലെ താലിബാൻ നിയന്ത്രണം, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്കുള്ള ഭീകരരുടെ പിന്തുണ, ബൈഡൻ ഭരണകാലത്ത് ഹെയ്തിയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. അതേസമയം യാത്രാ വിലക്ക് നടപടി US സുപ്രീം കോടതി ശരിവെച്ചതാണെന്ന് ട്രംപ് പറഞ്ഞു. ചിലർ ഇതിനെ ട്രംപ് യാത്രാ വിലക്ക് എന്ന് വിളിക്കുന്നു. സുപ്രീം കോടതി ഭീകരനെന്ന് ശരിവെച്ചവരെ നമ്മുടെ രാജ്യത്തേക്ക് കടക്കുന്നത് തടയുമെന്ന് ട്രംപ് പറഞ്ഞു. യാത്രാ നിരോധനം സംബന്ധിച്ച തീരുമാനങ്ങൾ പൂർണ്ണമായും പ്രസിഡന്റിന്റെ അധികാര പരിധിയിലുള്ളതാണെന്ന് US സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇന്ത്യയുമായി അമേരിക്ക സൗഹാർദ്ദപരമായ ബന്ധമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പലകുറി പറയുന്നുണ്ട് എങ്കിലും പാകിസ്ഥാനോട് ഓപ്പറേഷൻ സിന്ധൂർ നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യയോട് അനുഭാവം ഒന്നുമില്ലാത്ത തരത്തിലുള്ള നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം അവസാനിക്കാൻ താനാണ് കാരണമെന്ന് പലകുറി പറഞ്ഞുകൊണ്ട് ട്രംപ് മുന്നോട്ട് വന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യാതൊരു ഇടപെടലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടില്ല എന്നും എല്ലാ രാജ്യങ്ങളും യുദ്ധം നടക്കുമ്പോൾ ആവശ്യപ്പെടുന്നത് പോലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ മാത്രമാണ് അമേരിക്ക ആവശ്യപ്പെട്ടത് എന്നും പല പ്രാവശ്യം മോദി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ പലരും ആവർത്തിച്ചു പറഞ്ഞു. എങ്കിലും ട്രംപ് താൻ പിടിച്ച നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇതിന്റെ പേരിൽ ഇന്ത്യയിൽ കോൺഗ്രസും ആം ആദ്മിയും ഉൾപ്പെടെ BJP സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട്. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും മോദി സർക്കാർ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുകയാണ് എന്നുമുള്ള ശക്തമായ ആരോപണങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കെയാണ് ട്രംപ് അമേരിക്കയിൽ ഇത്തരം ചില നടപടികൾ കൂടി നടത്തുകയും പല രാജ്യങ്ങൾക്കും യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്നത്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിക്കാൻ കാരണമായത് ആര് എന്നുള്ള ചോദ്യത്തിന്മേൽ ശീതസമരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വേണമെങ്കിലും ഏതു നിമിഷവും വിലക്കേർപ്പെടുത്താൻ ട്രംപ് തീരുമാനിക്കാനുള്ള സാധ്യതകളെയും തള്ളിക്കളയാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെ ആകെപ്പാടെ തകർത്ത് തരിപ്പണമാക്കും. ട്രംപിന്റെ പല നിബന്ധനകളും ഇന്ത്യക്ക് അനുസരിക്കേണ്ടതായി വരും. ഇന്ത്യക്കാരെ ഒന്നടങ്കം വിമാനത്തിൽ കുത്തിനിറച്ച് അനധികൃത കുടിയേറ്റക്കാർ എന്ന വിഭാഗത്തിൽ ഇന്ത്യയിൽ കൊണ്ട് തള്ളിയതുപോലെ ഇന്ത്യൻ പൗരന്മാരെ ഒന്നടങ്കം ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. അമേരിക്കയുമായി നേരിട്ട് ഒരു തരത്തിലുമുള്ള സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യക്ക് കഴിയില്ല എന്നിരിക്കെ അമേരിക്ക അത്തരം നടപടികൾ സ്വീകരിച്ചാൽ ഇന്ത്യ ഒരു തരത്തിൽ അമേരിക്കയ്ക്ക് അടിമപ്പെടേണ്ടി വരും. ഇപ്പോൾ യാത്രാ വിലക്ക് നൽകിയ രാജ്യങ്ങൾക്ക് മാത്രമല്ല മറ്റു പല രാജ്യങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണോ ട്രംപിന്റെ പുതിയ നടപടിയെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.